ഗൈസ് അപ്പോൾ പാട്ടിടാൻ പോവുകയാണ്. ഗൈസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാ വണ്ടികളുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടോ, നമ്മുടെ ചാനലിൻ്റെ ലോഗോക്കകത്തും ഇതേ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ലൈറ്റ് ഡിസൈൻ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും A4 വ്ളോഗ്സ് ബൈ ജയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനുഗ്രഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിസൈൻ ചെയ്ത മിനിയേച്ചർ ബസ്സുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ വെച്ച് താമസിപ്പിക്കേണ്ട, നേരെ വീട്ടിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. ഗായ്സ്, അപ്പം നമ്മുടെ മുറിയിൽ വണ്ടി മൊത്തം നിരത്തി പിടിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ആദ്യത്തെ മിനിയേച്ചർ വണ്ടികൾ. ഇതൊക്കെ ടയറൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഇതൊരു മരുന്നിൻ്റെ പെട്ടിയാണ്. പെട്ടിയുടെ മേത്ത് ചെറുതായിട്ട് ഡിസൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇതൊരു മരുന്നിൻ്റെ പെട്ടിയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ മിനിയേച്ചർ വണ്ടികളൊക്കെ. ഇതെന്താ വോൾവോ പോലത്തെ ഒരു വണ്ടിയാണ്, AC വണ്ടിയാണ്, കണ്ടോ ഗ്ലാസ്. അപ്പം ഇങ്ങനത്തെ ഓരോ വണ്ടികൾ. ഇത് വോൾവോ. ഇത് ജസ്റ്റ് ഇങ്ങനെ പെട്ടിയവൻ ജസ്റ്റ് ഒന്ന് പടം വരയ്ക്കൽ മാത്രം. ഇത് ടൂറിസ്റ്റ് ബസ് ആട്ടോ, ടൂറിസ്റ്റ് ബസ്സാണ്. ഈ സെഡോണിൻ്റെ പേര് നമ്മൾ ഇട്ടേക്കുന്നത് അജ്ഞാതൻ എന്നാണ്. അജ്ഞാതൻ നമ്മുടെ വണ്ടി പേര്. ദെൻ അടുത്തത് ഇത് ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്നുള്ളൂ, വെറുതെ ഉണ്ടാക്കിയെന്നുള്ളൂ. ഇതിൻ്റെ ടയറൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ കത്തുമായിരുന്നു, ഇപ്പം കത്തുന്നില്ല. ബാറ്ററി ഇട്ടാൽ ഇപ്പം കത്തുന്നില്ല. സംഭവം അടിച്ചുപോയി, മൊത്തം അടിച്ചുപോയി. സെഡോണാണ് ഇത്. വണ്ണസിൻ്റെ വില്ലനാണ് ഗൈസ്, കണ്ടോ. ഇത് ഓടുമൊറ്റയ്ക്ക്. അതിനുശേഷം നമ്മൾ ഡിസൈൻ ചെയ്ത വണ്ടി, നമ്മൾ ഡിസൈൻ ചെയ്ത ആദ്യത്തെ വണ്ടിയാണ്. ഇതിൻ്റെ പേര് ബുള്ളെന്നാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം, കണ്ടോളൂ. ഇത് ഓഫ് റോഡ് വണ്ടിയാണ്, കണ്ടോ. ഷോക്ക് അബ്സറൊക്കെ ഉണ്ട്. ഇത് ഓഫ് റോഡ് ബസ്സാണ്, നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന എല്ലാ വണ്ടികളുടെ ഫ്രണ്ടിലത്തെ ലൈറ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇത് കണ്ടോ, നമ്മുടെ ചാനലിൻ്റെ ലോഗോക്കകത്തും ഇതേ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്, ഇങ്ങനത്തെ ലൈറ്റ് ഡിസൈൻ. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഡിസൈൻ ചെയ്ത വണ്ടിയാണ് ലക്ഷറി ബസ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഈ വണ്ടിയാകെ നശിച്ചു പോയി ഗൈസ്. ഇത് കണ്ടോ, ഗ്ലാസ്സൊക്കെ പോയി. ഇതിനകത്ത് ഇപ്പോൾ ഇതിനകത്ത് ബാറുണ്ട്, അടിയിൽ സീറ്റ്. നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് നമ്മളുടെ സെഡോൺ വണ്ടി, പ്രകാശ് ബോഡിയുടെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് ഇതൊന്നുമില്ല, ഈ സംഭവമൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ വണ്ടിക്കകത്ത് നമ്മൾ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ സീറ്റും. ഗൈസ് കാണാൻ പറ്റുന്നുണ്ടോ, JBL എന്നൊക്കെ എഴുതി കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെറുതെ ഫേക്കാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വണ്ടിക്കകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്കകത്ത് ഒരു സ്പീക്കറുണ്ട്. നമ്മളിപ്പോൾ ആ സ്പീക്കർ പാട്ടിട്ട് കാണിച്ചു തരാം. വണ്ടിയുടെ പവർ അതാണ്, ഈ ബസ്സിന് ഏറ്റവും വലിയ പവർ അതാണ്, മാത്രമാണ്. കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ പാട്ടിടാൻ പോവുകയാണ്. ഗൈസ് ഈ വണ്ടിക്കകത്ത് നിന്ന് കേട്ടോ പാട്ട് തന്നെ. പൊളി പാതല്ലേ. ഇനി ഈ വണ്ടിക്കകത്തിരിക്കുന്ന സ്പീക്കർ ഏതാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇവനാണ് നമ്മുടെ താരം, ബോട്ട് സ്റ്റോണാണ്. ഈ സ്പീക്കർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, മേടിക്കാം. ഇതിൻ്റെ അകത്തു നിന്നാണ് ഞാനിപ്പോൾ സ്പീക്കർ എടുത്തത്. വണ്ടിക്കകത്ത് വേറെ
സീറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല, ഫുള്ള് കർട്ടൺ ഇട്ട് മൂടിയേക്കാണ്. ആകെ ഫ്രണ്ടിൽ ഡ്രൈവറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സ്പീക്കർ ഉള്ള കാരണമാണ് വണ്ടിക്ക് ഇത്ര പവർ. സൂപ്പർ ബാസാണ് ഗൈസ്. ഇതിൻ്റെ ബാസ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പീക്കർ എടുത്തേ പൊളി സാധനമാണ്. കിടന്ന് വരയ്ക്കുന്നുണ്ടോ? മൂന്നാമത്തെ ഡിസൈൻ ചെയ്ത വണ്ടി കാണിച്ചു തരാം. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇനി നമ്മുടെ മൂന്നാമത്തെ വണ്ടി, ഇത് ഓഫ് റോഡ് ബസ്, ഇത് ലക്ഷറി ബസ്. ഇനി നമ്മുടെ മൂന്നാമത്തെ വണ്ടിയായ ടൂറിസ്റ്റ് ബസ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ പണി തീർന്നിട്ടില്ല, ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ കയ്യിൽ ഏറ്റവും വലിയ, അതായത് ആകെ നീട്ടമുള്ളതും പൊക്കമുള്ള വണ്ടി നമ്മുടെ കയ്യിലുള്ളത് ആകെ സെഡോണാണ്. സെഡോണേക്കാളും വലിപ്പമുള്ളൊരു ബസ്സാണ് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഗൈസ്. ഉണ്ടോ, സെഡോണൊക്കെ ഇത്രേ ഉള്ളൂ നമ്മുടെ വണ്ടിയിൽ. നമുക്ക് ഗൈസ് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇത് കണ്ടോ ഡിസൈൻ? ഇവിടെയും ആ ഡിസൈൻ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ടൂറിസ്റ്റ് ഡിസൈൻ കാരണം ലൈറ്റിങ് ചെറുതായിട്ട് വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ പൊളിക്കും. ഇതിപ്പോൾ ഈ വണ്ടിയുടെ പേര് നമ്മൾ ഇട്ടിരിക്കുന്നത് മെഗലഡോൺ എന്നാണ്. ഇതാണ് നമ്മൾ മൂന്നാമത് ഡിസൈൻ ചെയ്യുന്ന ടൂറിസ്റ്റ് ബസ് എന്ന് പറയാം. ഇത് ടൂറിസ്റ്റ് ബസ്സല്ല, ഇത് ഓഫ് റോഡ് ബസ്, ഇത് ലക്ഷറി വണ്ടി. ഇതാണ് ടൂറിസ്റ്റ് ബസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആദ്യത്തെ ടൂറിസ്റ്റ് ബസ്സാണ്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഇതൊക്കെ കണ്ടോ ഗൈസ്, പൊളിയല്ലേ? ഇതാണ് അതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ. നമ്മുടെ ചാനലിൻ്റെ ലോഗോയ്ക്കകത്തും ഇതുപോലത്തെ ഒരു ഏകദേശം ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിയാണ് ഇനി ഇറങ്ങുക. ഈ വണ്ടി എന്നാ ഇറങ്ങണേന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഫുള്ള് കാർഡ്ബോർഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗൈസ്. ക്യാമറയിൽ ഫോണിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വലിയ വണ്ടി. വേണമെങ്കിൽ ഈ സെഡോൺ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കാം, അത്രയ്ക്കും വലിയ വണ്ടിയാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മെഗലഡോണിൻ്റെ വീഡിയോ കമ്മിങ് സൂണാണ്. നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞാലുടൻ തന്നെ അതിൻ്റെ വീഡിയോ പുറത്തിറക്കുന്നതായിരിക്കും. കമ്മിങ് സൂണാണ്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് വണ്ടി പുറത്തിറക്കുന്നതായിരിക്കും ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗൈസ്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി, ചാറ്റാ.